അടുത്തത് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദം ചേർന്നതാണ് മകരക്കൂറ്. മകരം രാശിക്കാർക്ക് ഈ ആഴ്ച സൃഷ്ടിപരമായിട്ടുള്ള ചില കഴിവുകൾ വർദ്ധിക്കുന്നതായിട്ട് കാണാം. അഥവാ അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന ക്രിയേറ്റീവായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് അവരുടെ റിസൾട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കും. അത് മറ്റുള്ളവർക്കോ ക്ലയൻസിനോ അല്ലെങ്കിൽ മറ്റ് അതോറിറ്റീസിനോ ഒക്കെ തൃപ്തികരമായിരിക്കും. 5ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും അവർക്ക് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അഥവാ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മത്സരത്തിലുമൊക്കെ പങ്കെടുക്കുന്നവർക്ക് നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലിയിലും പുതിയ സാധ്യതകൾ അവനവൻ്റെ സ്വന്തം ആശയം കൊണ്ട് പുതിയ സാധ്യതകൾ തുറന്നു വരികയും അത് വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിലും മെച്ചം തന്നെയാണ്. കൂടുതൽ ധനാഗമ മാർഗങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ അവരവരുടെ സൃഷ്ടിപരമായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ടുണ്ടാകുന്ന ധന നേട്ടം ഉണ്ടാകുന്നതായിട്ട് കാണാം. കുടുംബത്തിലും ഒരു സുഗമമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. ഗണപതി ഉപാസന വളരെ നല്ലതാണ്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഗണപതി ഹോമം നടത്തുക, സ്വയമേവ ഗണേശ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഒക്കെ ഇവർക്ക് ഒരു നല്ല ഫലം കൂടുതൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്.